നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നോട് മുഖം വീർപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവൻ ശരിയല്ല. വാശി പിടിച്ച് ഓരോന്നിന് ഇറങ്ങി തിരിച്ചത് ആരാ? അവന് കിട്ടാനുള്ളത് തന്നെ ഇപ്പൊ കിട്ടിയത്. കുറച്ചു ദിവസം അകത്ത് കിടക്കട്ടെ. നിർത്തടി. ശരത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. എല്ലാം നീയും ആ വൃത്തികെട്ട വക്കീലും കൂടി ഒപ്പിക്കുന്നതാ. നീ കണ്ടോ? ഇതിനെല്ലാം കൂടി ഒരു ദിവസം അനുഭവിക്കും. എന്റെ അമ്മ പോലീസ് കൊടുത്ത് റിപ്പോർട്ട് വായിച്ചു നോക്കി. അതിൽ കഴമ്പുണ്ടെന്ന് തോന്നിയത് കൊണ്ടാ ശരത്തിനെ റിമാൻഡ് ചെയ്തത്. പോലീസിനെ സ്വാധീനിക്കാന്ന് വെക്കാം, കോടതിയെ സ്വാധീനിക്കാൻ പറ്റുമോ? പോലീസ് നൽകിയ കുറ്റപത്രത്തിൽ പറയുന്നതെല്ലാം ശരത്ത് ചെയ്ത് തന്നെയമ്മേ. വിചാരണ കഴിയുമ്പോ നിങ്ങൾക്കത് മനസ്സിലാവും. എനിക്ക് വിചാരണയുടെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ അറിയാം ആ ശരത്ത് തെറ്റുകാരനാണെന്ന്. ഇവളുടെ കൂടെ നിന്ന് നീ തുള്ളിക്കോ. നിന്റെ ഭാവി നശിപ്പിക്കാനാ ഇവള് നോക്കുന്നത്. അത് മനസ്സിലാക്കാതെ നീ ഇവളുടെ കൂടെ ചേർന്നാ നഷ്ടം നിനക്ക് തന്നെയാ. എനിക്ക് ദോഷം വരുന്ന ഒന്നും ഏട്ടത്തി ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. ശരത്തിനെ അകത്താക്കിയതിലൂടെ നമ്മളെ എല്ലാവരെയും ഏട്ടത്തി രക്ഷപ്പെടുത്തുക ചെയ്തത്. മതി വിഡ്ഢിത്തം വിളമ്പിയത്. എല്ലാ കാലവും അവൻ അകത്ത് തന്നെ കിടക്കില്ലല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ അവൻ പുറത്തു വരില്ലേ? ഇതിനുള്ള മറുപടി ഞാൻ അന്ന് പറഞ്ഞോളാം. ഏട്ടത്തി 14 ദിവസം ഉറപ്പല്ലേ? ഇടയ്ക്ക് അവനൊരു ജാമ്യത്തിന് ശ്രമിച്ചുകൂടായികയില്ല. നമുക്ക് നോക്കാം. മുത്തശ്ശിയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കണം. അവൻ മഹാ അപകടകാരിയാ മുത്തശ്ശി. വലിയൊരു അപകടത്തിൽ നിന്ന് നിത്യടക്കം നമ്മൾ എല്ലാവരും രക്ഷപ്പെട്ടത്. കാണാം. നമ്മുടെ മോളെ സ്നേഹിച്ചു. ആ ഒരു കുറ്റം മാത്രമേ ശരത്ത് ചെയ്തുള്ളൂ. അതിന് സ്വന്തം മരുമോൾ അവന് വാങ്ങിക്കൊടുത്ത ശിക്ഷ എന്താന്ന് കേൾക്കണോ? ജയില്. നിങ്ങൾ ഒരുത്തം കാരണ ശരത്തിന് ഈ ഗതികേട് വന്നത്. അവൻ എന്തെങ്കിലും പറ്റുമ്പോ അത് ബാധിക്കുന്നത് നിത്യയെ കൂടെയാണെന്ന് നിങ്ങൾ ആരും ഓർക്കുന്നില്ലല്ലോ. എന്ത് വില കൊടുത്തും ഞാൻ അവനെ പുറത്തിറക്കും. മുടങ്ങിപ്പോയ കല്യാണം നടത്തുകയും ചെയ്യും. നിങ്ങൾക്ക് മാത്രമല്ല വാശി, എനിക്കും ഉണ്ട്. ഞാനത് തെളിയിച്ചു തരാം. കേരള അത് ശരി, വലതുകാലം വെച്ചാണോ കയറി വരുന്നത്? ജയിലിൽ നിന്റെ തറവാട് കിട്ടും. സോറി സാർ, എനിക്ക് അറിയില്ലായിരുന്നു ഇവിടെ ഇടതുകാലം വെച്ചാ കയറേണ്ടതെന്ന്. ഞാൻ തിരുത്തിക്കോളാം സാർ. ഇതെന്തിനാ സാറേ? ഈ ജയില് നശിപ്പിക്കാനാണോടാ നിന്റെ പരിപാടി? അതിനാണോ ഇടതുകാലം വെച്ച് കയറിയത്? മനസ്സിലായി സാറേ. അതെന്നോട് നേരത്തെ പറയണ്ടേ സാറേ? ഞാൻ ചെയ്തോളാം. നീ എന്താടാ സർക്കസ് കാണിക്കുന്നു? ഇതെന്താ സാർ ഇങ്ങനെ? ആദ്യം വലതുകാലം വെച്ച് കയറിയപ്പോ എന്നെ തല്ലി, അപ്പൊ ഞാൻ ഇടതുകാലം വെച്ച് കയറി.
അപ്പോഴും തല്ലി. ചാടി, അപ്പോഴും കിട്ടിയടി. കിട്ടിയല്ലോ. ഇതിൽ നിന്ന് നിനക്ക് എന്ത് മനസ്സിലായി? ഇതാണ് ജയിൽ. നമ്മൾ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും നല്ല ഇടി കിട്ടും. സൂക്ഷിച്ചും കണ്ടു നിന്നാ നിനക്ക് കൊള്ളാം. കേട്ടോടാ. ഇതെന്തിനാ സാറേ? ഇതാടാ നടയടി. ജയിലിലെ പുതിയ അഡ്മിഷൻകാർക്കുള്ള സ്പെഷ്യലാ. ഇനി കേറിക്കോ. ഓൾ ദ ബെസ്റ്റ്. കേറണം. ആ ശരി, താങ്ക് യു. നല്ല അടി കിട്ടിയെന്ന്. മെയിൻ ഗേറ്റ് മുതൽ സെല്ല് വരെ കിട്ടി. പലരും അടിച്ചു, സകല ഉദ്യോഗസ്ഥന്മാരും അടിച്ചു. നന്നായി. അല്ലെങ്കിൽ അവനത് കിട്ടണം. കേട്ടപ്പോ എനിക്കൊരു മോഹം, ഈ അവസ്ഥയിൽ അവനൊന്ന് കാണണം. ജയിലിൽ പോയി അവനെ ഒന്ന് കണ്ടാലോ എന്നാ ഞാനിപ്പോ ആലോചിക്കുന്നു. അത് വേണോ? എന്താ, വല്ല കുഴപ്പമുണ്ടോ? അല്ല, വെറുതെ അവന്റെ വാശി കൂട്ടണോ? അവന്റെ വാശിയും ദേഷ്യമൊക്കെ കൂടട്ടെന്ന്, എനിക്കെന്താ. എന്റെ സുധിയേട്ടൻ, എന്റെ അച്ഛൻ, ഈ രണ്ടുപേരെയും എന്നിന്ന് പറിച്ചെടുത്തവനവൻ. അങ്ങനെയുള്ള അവൻ ഇതുപോലൊരവസ്ഥയിൽ എത്തുമ്പോ അത് പോയെന്ന് കാണേണ്ടത് എന്റെ കടമയായിട്ടാ ഞാൻ വിചാരിക്കുന്നത്. എന്നെ പോലൊരു സാധു പെണ്ണ് വിചാരിച്ചാലും ഇങ്ങനൊക്കെ ചെയ്യാൻ പറ്റും എന്നവനെ ഓർമ്മിപ്പിക്കാൻ ഈ അവസരം എനിക്ക് ഉപയോഗിക്കാമല്ലോ. സിദ്ധു വരണമെന്നില്ല, ഞാൻ തനിച്ചു പോയിക്കോളാം. ശരി, എന്നാ ഞാൻ അതിനുവേണ്ടി ഏർപ്പാടുകൾ ചെയ്യാം. പക്ഷേ സൂക്ഷിക്കണം, അവൻ എന്നേക്കുമായിട്ടൊന്നും അല്ല അകത്തായിരിക്കുന്നത്. അവൻ എപ്പോ വേണമെങ്കിലും അവിടുന്ന് തിരിച്ചു വരാം. ആ ബോധത്തോടെ വേണം അവനെ കാണാനും സംസാരിക്കാനും എല്ലാം. ഞാൻ അവനെ വെല്ലുവിളിക്കാനൊന്നും പോകുന്നില്ല സിദ്ധു. ജയിലിൽ കിടക്കുന്ന ഒരുത്തന്റെ മാനസികാവസ്ഥ എന്തായിരിക്കുന്നു എനിക്ക് നന്നായിട്ടറിയാം. വീട്ടിൽ വെച്ച് അവൻ എന്നെ ഒരുപാട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. നിത്യമായിട്ടുള്ള കല്യാണം നടക്കില്ല എന്ന് ഞാൻ പറയുമ്പോഴൊക്കെ അവൻ എന്നെ പരിഹസിക്കാറായിരുന്നു പതിവ്. എനിക്കും സിദ്ധുവിനും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് എത്ര തവണ അവൻ പറഞ്ഞിരിക്കുന്നു എന്നറിയോ? ആ അഹങ്കാരം തീർന്നു എന്ന് എനിക്കൊന്ന് ചോദിക്കാലോ അവനോട്. ഇന്ന് തന്നെ ഞാൻ പോവും. സിദ്ധു അതിനു വേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്തു തന്നാ മാത്രം മതി. എന്നാ പിന്നെ ഞാനും വരാം. വേണ്ട സിദ്ധു, ഇത് ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം. ഇതെനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. തന്റെ ഇഷ്ടം അതാണെങ്കിൽ അതുപോലെ നടക്കട്ടെ.